ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ന്യൂ എപ്പിസോഡ്. ചാനൽ ഇഷ്ടമായാലും അതുപോലെ കണ്ടന്റ് ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളടുത്ത് പറയാനുള്ള കാര്യങ്ങൾ 2025 ഫേസ്ബുക്കിൽ വന്ന പുതിയ മോണിറ്റൈസേഷൻ പോളിസിയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് നമ്മളൊരു റീൽ അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്യണം. നമ്മൾ എവിടുന്നാണോ അത് പോസ്റ്റ് ചെയ്യുന്നത് ആ ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാലേ ഉള്ളൂ നമ്മളുടെ ആ വീഡിയോ അല്ലെങ്കിൽ റീലിന് റീച്ച് കിട്ടുള്ളൂ. അതാണ് നിങ്ങൾ ഫസ്റ്റായിട്ട് ഒന്നുകൂടെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യം. രണ്ടാമതെന്ന് പറഞ്ഞാൽ നമ്മളുടെ കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു മീനിങ് ആയ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ആ പ്ലേലിസ്റ്റിൽ വേണം നമ്മളുടെ റീലും വീഡിയോ ഒക്കെ ആഡ് ചെയ്യേണ്ടത്. അതും നമ്മളുടെ റീൽസിന് വീഡിയോസിന് റീച്ച് കിട്ടാൻ ഹെൽപ്ഫുള്ളാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫോളോവേഴ്സ് നമുക്ക് കമൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുമ്പം അപ്പോൾ തന്നെ ഒരു 24 hours ഉള്ളിൽ തന്നെ നമ്മൾ അതിൻ്റെ റിപ്ലൈ കൊടുത്തിട്ട് അപ്ഡേറ്റഡ് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം നമ്മളുടെ ഫോളോവേഴ്സിൻ്റെ റിപ്ലൈ അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് കിട്ടാനുള്ള തരത്തിലുള്ള ഒരു പോൾ അതായത് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ട് ഡിസൈൻ ചെയ്തിട്ട് അവരുടെ അടുത്ത് ചോദിക്കുന്ന പോലെ നമ്മളുടെ റീൽ ഇഷ്ടമായോ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് അതൊരു പോൾ പോലെ കൊടുക്കണം. അതിനൊരു യെസ് ഓർ നോ ആൻസർ പോലെ വെച്ചിട്ട് അതും കൊടുക്കുമ്പോൾ എൻഗേജ്മെൻറ്റ് ഉണ്ടാവും. അപ്പം നമ്മളുടെ റീലിൽ അല്ലെങ്കിൽ വീഡിയോയിൽ മാക്സിമം എൻഗേജ്മെൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റി. അങ്ങനെ എൻഗേജ്മെൻറ്റ് കൂടുമ്പോഴാണ് മോണിറ്റൈസേഷൻ്റെ സാധ്യത ഏറ്റവും കൂടുതലായി വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ വേഗം തന്നെ ഫേസ്ബുക്കിൽ വീഡിയോസും ഫോട്ടോസും ടെക്സ്റ്റും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് വേഗം തന്നെ മോണിറ്റൈസ് ചെയ്തോളൂ. ഓൾ ദി ബെസ്റ്റ്.